ാണ് എന്നെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നത്. അപ്പൊ അവിടെ എല്ലാം പറയും ഞാൻ അമേരിക്കയിലേക്ക് ആരുടെ കൂടെ പോയി, ദുബായിലേക്ക് പോയി, അങ്ങനെയൊക്കെ പറഞ്ഞു. അധപ്പതനം എന്നല്ലാതെ എന്ത് പറയാൻ? അന്തസ്സുണ്ടെങ്കിൽ അയാളോട് MLA സ്ഥാനം രാജിവെക്കുമെന്ന് വേണം. ഞങ്ങൾ പുറത്താക്കി. ഇനി അപ്പൊ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വമ്പൻ സബ്ജക്റ്റ് ആണ്. രാവിലെ ഉച്ചയ്ക്കോടെ പൊട്ടിയതാണ്. ഇന്നലെ നടന്ന പരിപാടിയാണ്, പക്ഷെ ഉച്ചയ്ക്ക് പൊട്ടിയ ഒരു സംഭവമാണ്. അപ്പം എന്താ വെച്ചാൽ KB ഗണേഷ് കുമാർ, പത്തനാപുരത്തെ നമ്മുടെ സ്വന്തം KSRTC മന്ത്രിയാണ് KB ഗണേഷ് കുമാർ. പക്ഷെ എന്താണെങ്കിലും KSRTC ഡ്രൈവറായി എന്ന് വിചാരിച്ച്, KSRTC ആണ് താൻ ഓടിക്കുന്നതെന്ന് വിചാരിച്ച് എന്താണ് കൈ കാണിക്കുന്ന എല്ലാ സ്ത്രീകളെയും വിളിച്ചു കയറ്റിയ സ്ത്രീകളെ കൈയോടെ തന്റെ വൈഫ് പൊക്കിയ ഒരു കാഴ്ചയും വാർത്തയുമാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇതിനകത്തൊരു മെയിൻ ഹൈലൈറ്റ് ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വാർത്ത ഒരു ചാനലിലും ഇന്ന് കൊട്ടിഘോഷിച്ചില്ല. രാഹുൽ മാങ്കൂട്ടം എടുത്ത് നൈസായിട്ട് ഒരു പോസ്റ്റ് ഇട്ട് പൊങ്കാലിട്ടപ്പോഴാണ് ഇത് ഒന്ന് പൊങ്ങി വന്നത്. അപ്പം ആരും പോകരുത്. എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്റെ കൂടെ കൂടാൻ ശ്രമിക്കുക. പിന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കൊടുത്തൊന്ന് ഹെൽപ്പ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇന്നത്തെ ആ ന്യൂസിലോട്ട്, ഒരു ഹോട്ട് ന്യൂസിലോട്ട് നമുക്ക് നോക്കാം. അപ്പം ഇവിടെ നമുക്ക് പറയാനുള്ളത്, ഇദ്ദേഹത്തിന്റെ, അതായത് KB ഗണേഷ് കുമാറിന്റെ ഫോട്ടോ, ഓഡിയോ കാര്യങ്ങൾ മൊത്തം ഇദ്ദേഹത്തിന്റെ വൈഫ് പബ്ലിക് ആക്കി എന്നൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എല്ലാം നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം വളരെ രസകരമായ ഒരു കാര്യങ്ങളാണ്. കാരണം 2-3 മാസം മുമ്പ് കട്ടവന്റെയും കട്ട് തിന്നവന്റെയും തലയിൽ പൂടെയുണ്ട്, പപ്പുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് സ്വന്തമായിട്ടും തല തപ്പി നോക്കിയിട്ട് എന്റെ തലയില്ല രക്ഷപ്പെട്ടു, എന്നാൽ അവന്റെ അങ്ങ് പൊങ്കാല ഇട്ടേക്കാമെന്ന് കരുതിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തെ പൊങ്കാല ഇടുന്നത് നമ്മൾ വേണ്ടുപോലെ കണ്ടതാണ്. അപ്പം അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ഇപ്പം ബൂമറാങ് പോലെ ഇങ്ങനെ ഒരു തിരിച്ചടിക്കേണ്ട ഗതികേട് വന്നത്. അപ്പൊ എന്താണെങ്കിലും മനുഷ്യരുടെ ഒരു അവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥ തന്നെയാണ്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സംഭവത്തെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് പതുക്കെ ഓരോന്നോരോന്ന് പറഞ്ഞു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകാം. KB ഗണേഷ് കുമാറിനോടുള്ള പ്രത്യക്ഷത്തിലുള്ള ചോദ്യം അദ്ദേഹം മറുപടി പറഞ്ഞതിന് ശേഷം ബാക്കി ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞല്ലോ അദ്ദേഹത്തിന് ധാരാളം പ്രണയങ്ങൾ ഉണ്ട് എന്ന്. അദ്ദേഹത്തിന് എത്ര പ്രണയങ്ങൾ ഉണ്ടാകുന്നു നമ്മുടെ വിഷയമല്ല. ഞാൻ സാധാരണ ഇത്തരത്തിലുള്ള ഒരു മനുഷ്യന്റെയും വ്യക്തിപരമായ ജീവിതത്തിലേക്ക് കടന്നുകയറ്റം ഒരു കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള ഒരാളാണ്. അതെല്ലാം പോകട്ടെ, അതെല്ലാം ചരിത്രത്തിന്റെ ഭാഗമായിട്ട് അവിടെയുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നു, പക്ഷെ KB ഗണേഷ് കുമാർ അദ്ദേഹത്തിന്റെ പ്രണയത്തെ അങ്ങനെ നിൽക്കട്ടെ, നമുക്ക് അതിനകത്തൊക്കെ അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം. പക്ഷെ അതേ KSRTC മന്ത്രിയല്ലേ, അല്ലാതെ KSRTC ബസ്സൊന്നും അല്ലോ കൈ കാണിക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ ആളുകളെ വിളിച്ച് കയറ്റാനായിട്ട്. ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹം ഞാൻ പ്രണയമാണെന്ന് പറയുമ്പോഴും അന്നുണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇനി എത്ര പ്രണയമാണെന്ന് പറഞ്ഞാലും അത് അനുവദിക്കപ്പെടാത്ത രീതിയിലുള്ള ഒരു നിയമവിരുദ്ധ പ്രവൃത്തി അന്നുണ്ടായിട്ടുണ്ടോ? അദ്ദേഹം മറുപടി പറയട്ടെ. ഒന്ന്, അന്നത്തെ ദിവസം നടന്ന സംഭവ വികാസങ്ങളിൽ അദ്ദേഹം ഇനി എന്ത് പ്രണയമാണെന്ന് പറഞ്ഞാലും ഈ രാജ്യത്തിന്റെ ഒരു നിയമത്തിന്റെയും പരിരക്ഷ ലഭിക്കാത്ത ഒരു ഗുരുതരമായ ക്രൈം ശ്രീ KB ഗണേഷ് കുമാർ നടത്തിയിട്ടുണ്ടോ? ഒന്ന്. അപ്പം രാവിലെ വന്ന ബൈറ്റ്സ് ഇതായിരുന്നു. അപ്പൊ രാവിലെ വന്ന ബൈറ്റ്സ് ഇത് വന്നപ്പം എന്താണ് ഈ രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ പറഞ്ഞതെന്ന് നമ്മൾ ചിന്തിച്ചിരുന്നു. അതിന്റെ പുറമെയാണ് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പൊങ്ങി വന്നത്. അപ്പൊ ഈ 112ന്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ എന്താണ് KB ഗണേഷ് കുമാർ, KSRTC മന്ത്രിയായിട്ടുള്ള KB ഗണേഷ് കുമാർ ഒരു ചിന്ന കുടി സെറ്റപ്പ് ഉണ്ടാക്കിയായിരുന്നു. അപ്പൊ വാളകത്തെ വീട്ടിലാണ് പുള്ളി ഒരു ചിന്ന കുടി സെറ്റപ്പ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഭാര്യ, ആദ്യത്തെ ഭാര്യ പോയല്ലോ, നല്ല സരിതയുമായിട്ടുള്ള ബന്ധത്തിലുള്ള ഒരു കുട്ടിയും ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നീട് അത് ആ ബന്ധത്തിലുള്ള കുട്ടിയെയും എല്ലാം കൂടെ ഉമ്മൻചാണ്ടിയുടെ തലയിലും കെട്ടിവെക്കാൻ നോക്കിയ കാര്യം ഒക്കെ നമുക്കറിയാം. ആ സമയത്ത് കിട്ടിയ പാടുകളും അടികളും എല്ലാം വളരെ വ്യക്തമായിട്ട് ഇന്ന് സോഷ്യൽ മീഡിയ കിടന്ന് ഓടുന്നുണ്ട്. അതുപോലെ തന്നെ സ്വന്തം പിതാവ് തന്നെ ഗണേഷ് കുമാറിനെ പറഞ്ഞ അഭിപ്രായങ്ങളും ഒക്കെ ഈ സോഷ്യൽ മീഡിയ കിടന്ന് ഓടുന്നുണ്ട്. അതൊക്കെ നമുക്ക് പച്ചയ സത്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ സരിതയ്ക്ക് കുട്ടിക്ക് ഇങ്ങനെ അച്ഛൻ ഒരു മാസം ഒരു മാസപ്പടി കൊടുക്കുന്നതായിട്ടും അതും ഒരു പരക്കെയുള്ള ഒരു രഹസ്യം തന്നെയാണ്, പരസ്യമായ രഹസ്യം എന്ന് പറയാം. അപ്പം അങ്ങനെയൊക്കെ നടക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തെ അന്ന് എടുത്ത് പൊങ്കാലിട്ടത്. അപ്പൊ ആ വീഡിയോ കൂടെ നമ്മൾ ഇന്നത്തെ വെക്കുന്നുണ്ട്. അത് ആ വീഡിയോ വെച്ചില്ലെങ്കിൽ ഇതങ്ങ് അതിന്റെ ഒരു രസം കിട്ടില്ല. അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യത്തില് ഇവരുടെ വൈഫ് ഇങ്ങനെ തപ്പിപ്പോയി, അല്ലെങ്കിൽ എങ്ങോട്ടാണ് പോയത്. അപ്പൊ വാളകത്തെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് പുള്ളിയുടെ കലാപരിപാടിയായിരുന്നു അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. കലാപരിപാടി എന്ന് പറഞ്ഞാൽ ബമ്പൻ കലാപരിപാടിയാണ്. അത് ഏഷ്യാനെറ്റ് ന്യൂസിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന്റെ വൈഫ് ബിന്ദു മേഡം കൊടുത്ത ഒരു ബൈറ്റ്സ് ഉണ്ട്. അതിനകത്താണ് നമ്മളെ ഞെട്ടിക്കുന്ന കാര്യങ്ങളുള്ളത്. അത് ഇവര് ഫോട്ടോ എടുക്കുക എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരെ എന്താണ് ആക്രമിക്കാൻ ശ്രമിച്ചു. ശാന്തൻ എന്ന് പറഞ്ഞ് ഗണേഷ് കുമാറിനെ ജോലിക്കാർ ആക്രമിക്കാൻ ശ്രമിച്ചു. അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു ഓടി. അവർ 112 വിളിച്ചു. പിന്നെ പോലീസിനെ വിളിച്ച് അഭയം ചോദിച്ചു. അപ്പൊ തന്നെ ഈ ഗണേഷ് കുമാർ ഈ പെണ്ണിനെ വേറൊരു, അതായത് ഈ കൂടെ കിടക്കാൻ വന്ന പെണ്ണിനെ വേറൊരു വണ്ടി കയറ്റി സ്ഥലം കാലിയാക്കി പുള്ളി അകത്ത് കയറി കഥ കടച്ചാണ് സംഭവം. അപ്പൊ എന്താണെങ്കിലും ഒരു ഉളുപ്പുമില്ലാതെ ഇപ്പോഴും മീഡിയയുടെ മുന്നിൽ ഗണേഷ് കുമാർ വന്ന് പ്രതികരിക്കുന്നുണ്ട്. എന്താണ് അറിയില്ല, ഇലക്ഷൻ വരാറായപ്പോഴത്തേക്ക് നന്നായിട്ട് അവിടുന്ന് ഇവിടെ നല്ല സംഭവം പൊട്ടുന്നുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടം കൊടുത്ത പണിയാണോ എന്ന് അറിയില്ല. എന്താണേലും ആര് കൊടുത്ത പണിയാണേലും ആര് ചോദിച്ചു വാങ്ങിച്ചാണേലും ചിമിട്ടം പണി തന്നെയാണ്. ഗണേഷ് കുമാറിന്റെ വൈഫ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊന്ന് കേട്ടിട്ട്. യഥാർത്ഥത്തിൽ വാളകത്തെ വീട്ടിൽ എന്താണ് നടന്നത്?
താങ്കൾ ശ്രീലേഖയുടെ സഹായം തേടിയെന്ന് പറയുന്നു. ശ്രീലേഖ ആരാണെന്ന് മന്ത്രി ചോദിക്കുന്നു. ബിജെപിയുടെ നേതാവല്ലേ, മേയറാകത്തിന്റെ പ്രശ്നമല്ലേ, രാഷ്ട്രീയ മുതലെടുപ്പാണെന്നാണ് പറയുന്നത്. താങ്കൾക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? മന്ത്രിയുടെ ഒരു ഇന്റർവ്യൂ കണ്ടതിന്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. എനിക്ക് വളരെ ഞാൻ 2014 മാരേജ് കഴിഞ്ഞ് കുറെ വർഷങ്ങളായിട്ട് എനിക്ക് പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. ഞാൻ 2019 ഒരു വലിയ പ്രശ്നം ഉണ്ടായപ്പോഴും ലേഖ ചേച്ചിയെ കോൺടാക്ട് ചെയ്തിരുന്നു. എന്റെ കസിൻ ബ്രദർ, അതായത് എന്റെ പപ്പയുടെ സിസ്റ്ററുടെ മോനാണ് ഹസ്ബൻഡ്. അപ്പോൾ ഞാൻ 2019 കോൺടാക്ട് ചെയ്തിരുന്നു. അന്ന് ഇതുപോലെ ഒരു കോംപ്രമൈസിനായിട്ട് ഞങ്ങൾ സംസാരിക്കുകയല്ല ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നു. പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ. ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന വിഷയങ്ങളാണ്. എന്തുകൊണ്ടാണ് ഗണേഷ് കുമാറായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നത് എന്ന് എല്ലാവർക്കും ലോകം മുഴുവൻ അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ കഴിഞ്ഞ സ്പെഷ്യലി മന്ത്രിയായി കഴിഞ്ഞിട്ട് എനിക്ക് വളരെ വളരെ പ്രശ്നങ്ങളാണ്. അതായത് മന്ത്രിയുടെ കൂടെയുള്ള ഫ്രണ്ട്സ് ആയാലും മന്ത്രിയുടെ സ്റ്റാഫ് ആയാലും എല്ലാം എനിക്കെതിരാണ്. പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി പവറിന്റെയും പൊസിഷന്റെയും കൂടെയല്ലേ ആൾക്കാർ നിൽക്കുള്ളൂ. സോ ഐ ബീൻ കംപ്ലീറ്റ്ലി അലോൺ. പക്ഷെ ഞാൻ എന്റേതായ ഇതിൽ, കാരണം എനിക്ക് അത്രയും പേടിയാണ്. എനിക്കൊരു വയസ്സായി ഇപ്പോൾ മെമ്മറി പോലും ഇല്ലാത്ത എന്റെ ഒരു അമ്മ. ഈ മെനഞ്ഞാം ദിവസം ഈ വാളകത്ത് കഴിഞ്ഞ ദിവസം ഇന്നലെ ശനിയാഴ്ചയാണ് തോന്നുന്നു. ശനിയാഴ്ച ശരിക്കും ഞാനിപ്പോൾ 2 മാസമായിട്ട് ഇതേപോലെ ഇലക്ഷന്റെ സമയത്താണ് ഞാൻ അവിടെ പഞ്ചായത്ത് ഇലക്ഷന്റെ സമയത്താണ് ഞാൻ ഇടയിൽ വന്നത്. അതിന് മുന്നേ പ്രശ്നമായിരുന്നു. പല സ്ത്രീകളുടെയും പ്രശ്നം വെച്ച് ഞാൻ വഴക്കൂടും. അപ്പോൾ എന്റെ ഫ്രണ്ട്സിനെ ഞാൻ ആരോട് സംസാരിക്കും, അവരുടെ സ്റ്റാഫിന്റെ ഫോൺ ട്രാക്ക് ചെയ്യും. ഞാൻ ആരെടുത്താ വിളിച്ചാൽ നോക്കി അവരുമായിട്ട് എന്നെ കണക്ട് ചെയ്ത് ഞാൻ അവരുമായിട്ട് ബന്ധമാണെന്ന് പറഞ്ഞു അങ്ങനെയാണ് എന്നെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നത്. അപ്പോൾ അവിടെ എല്ലാം പറയും ഞാൻ അമേരിക്കയിലേക്ക് ആരുടെ കൂടെ പോയി, ദുബായിലേക്ക് പോയി, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ നിർത്തും. സോ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ 2 മാസമായിട്ട് എന്റെ ഫോൺ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അവരുടെ സ്റ്റാഫ് എന്നോട് സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വാളകത്തെല്ലാം ഇതെല്ലാം നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞതുകൊണ്ട് ഞാൻ പല സ്ത്രീകളെയും വിളിച്ച് ഞാൻ കുറെ ഫയർ ചെയ്യലും ഒക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ഒന്നും ശരിയാവുന്നില്ല. അപ്പൊ സംശയ രോഗമാണെന്ന് പറഞ്ഞ് എല്ലാവരുടെ പറയുന്നു, എന്റെ വീട്ടുകാരെ വിളിച്ച് പറയുന്നു. അപ്പോൾ ഐ ജസ്റ്റ് വാണ്ടഡ് എ ക്ലോഷർ. ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും എനിക്കൊരു ക്ലോഷർ വേണം, പക്ഷെ എനിക്കിത് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് തന്നെയാണ് ഞാൻ ആരോടും പറയാതെ അവിടെ പോയി. ഞാൻ വാതിൽ തുറന്നു. ശാന്തൻ എന്ന് പറയുന്ന ഡ്രൈവറായിരുന്നു. ഞാൻ ഉള്ളിലേക്ക് ചാടി ഓടി കയറി ബെഡ്റൂമിൽ പോയി കണ്ടത് എനിക്ക് വട്ടാണോ. ഞാൻ അവിടെ കണ്ടു കഴിഞ്ഞാൽ അവിടെ ശാന്തൻ ഓടി വന്ന് എന്നെ തടയാനും ഞാൻ ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോൾ എനിക്ക് ഐ കനോട്ട് എക്സ്പ്ലെയിൻ ഞാൻ എന്ത് കണ്ടു. അത്ര മോശത്തിനെക്കാട്ടും പറഞ്ഞാൽ അറിയാത്ത എന്റെ ഐ ഹാവ് ഓൾ ദ പിക്ചേഴ്സ്. വീഡിയോ അല്ല, ഫോട്ടോസ് എല്ലാം ഉണ്ട് എന്റെ കയ്യിൽ. ഞാൻ പോലീസിനെ അല്ല, എനിക്ക് ഐ ലോസ്റ്റ് കൺട്രോൾ. പക്ഷെ ഞാൻ ഐ ഡിഡ് നോട്ട് യൂസ് എ ബാഡ് വേർഡ്. ഐ ഡിഡ് നോട്ട് ഫിസിക്കലി അസോൾട്ട് എനിവൺ. മന്ത്രിയെയോ മന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളെയോ ഒന്നും ഞാൻ ചെയ്തില്ല. പക്ഷെ ഞാൻ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. ബിക്കോസ് മന്ത്രി അത് പിന്നെയും പറയും എനിക്ക് പ്രാന്താണ്, എനിക്ക് സംശയമാണെന്ന് ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചപ്പോൾ എന്നെ ശാന്ത അവരെ പിടിക്കുക, അവരുടെ ഫോൺ മാറ്റുക എന്നൊക്കെ പറഞ്ഞാൽ എന്നെ ഹി വാസ് ട്രൈങ് ടു അസോൾട്ട് മീ, ട്രൈ ടു ടേക്ക് മൈ സ്റ്റാച്ച് മൈ ഫോൺ. പക്ഷേ ഞാൻ അതൊന്നും സമ്മതിച്ചില്ല. ഞാൻ ഉടനെ ലേഖ ചേച്ചി വിളിച്ചു. ബിക്കോസ് എനിക്ക് അറിയായിരുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഞാൻ ലാസ്റ്റ് ഡയൽ നമ്പർ ലേഖ ചേച്ചി നിട്ടിട്ടാണ് ഞാൻ പോയത്. ഞാൻ ലേഖ ചേച്ചിയോട് പറഞ്ഞു ഇഫ് ഐ നീഡ് എനി ഹെൽപ്പ് യു ഹാവ് ടു പിക്ക് അപ്പ് മൈ കോൾ. അത് അല്ലാതെ ഒരു BJP സ്ഥാനാർത്ഥി ഒന്നുമല്ല. ചേച്ചി എന്റെ ബ്രദറിനെ കല്യാണം കഴിച്ചിട്ട് എത്രയോ വർഷങ്ങളായി. സോ അത് വിളിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു ബിന്ദു ഇമ്മീഡിയറ്റ്ലി യു കോൾ കൺട്രോൾ റൂം 112. അങ്ങനെയാണ് ഞാൻ വിളിച്ചത്. ഞാൻ ലേഖ ചേച്ചി എന്ന് പറഞ്ഞ് വിളിച്ച് കണ്ടപ്പോൾ അവരെന്നെ ഒന്നും ചെയ്യാൻ അവർക്ക് പറ്റിയില്ല. ഞാൻ ഓടി, ഐ റാൻ ഔട്ട്. പോലീസ് വന്നു കഴിഞ്ഞ് പുറത്തേക്ക് വരാൻ നേരത്തെ പ്രദീപ് എന്ന് പറഞ്ഞാൽ എന്റെ വാതിൽ തുറക്കാൻ സമ്മതിച്ചില്ല. വാതിൽ എന്റെ കൈ പിടിച്ച് വാതിൽ അടയ്ക്കാനൊക്കെ നോക്കി. ഞാൻ ഹെൽപ്പ് ഇത് കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും ചിരി വരുന്നുണ്ട്. അപ്പം ഇയാളുടെ വൈഫുകളുടെ ഒരു അവസ്ഥയാണ്, മുന്നേ നിന്ന ഭാര്യയുടെ ആണെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഭാര്യയുടെ ആണെങ്കിലും ഒരു അവസ്ഥയാണ് നമ്മൾ ഇന്നത്തോട് പറഞ്ഞത്. അപ്പൊ ഒന്നല്ല കുറേ അധികം സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നുണ്ടായിരുന്നത്. അപ്പം ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, എനിക്ക് ഒന്നല്ല 5000 കാമുകിമാരുണ്ട്. അപ്പൊ 5000 കാമുകിമാരൊക്കെ ഉണ്ടെങ്കിൽ അതൊരു അസുഖമായിരിക്കും, ഞരമ്പ് രോഗം എന്ന് പറയും. അതായിരുന്നു പുള്ളിയുടെ അസുഖം എന്ന് തോന്നുന്നു. അപ്പം എന്താണെങ്കിലും ഈ ക്ലിപ്പിനോടൊപ്പം ഗണേഷ് കുമാർ പണ്ടല്ല കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നപ്പോഴത്തേക്ക് അന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വീഡിയോ ഇവിടെ വെക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശമായി പോകും. അതൊന്ന് വെച്ചിട്ട് നമുക്കൊരു അഭിപ്രായം പറയാനുണ്ട്. അധപ്പതനം എന്നല്ലാതെ എന്ത് പറയാൻ. അന്തസ്സുണ്ടെങ്കിൽ അയാളോട് MLA സ്ഥാനം രാജിവെക്കുമെന്ന് വേണം. ഞങ്ങൾ പുറത്താക്കി, ഇനി അയാൾ ഏത് കയ്യാലെ ചാടിയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് ശരിയല്ലല്ലോ. അയാളെ പുറത്തു പോകാൻ പറയൂ. ഞങ്ങളുടെ കെയറോഫിൽ കിട്ടിയ ഈ MLA സ്ഥാനം രാജിവെക്കൂ എന്ന് പറയാൻ ഒരു ധൈര്യമില്ലാണ്. എന്തോ ഒരു പേടിയുണ്ട്, എന്തോ ഒരു സാധനം ഏതാ ഉണ്ട്. അധപ്പതനം എന്നല്ലാതെ എന്ത് പറയാൻ. അന്തസ്സുണ്ടെങ്കിൽ അയാളോട് MLA സ്ഥാനം രാജിവെക്കുമെന്ന് വേണം. പുള്ളിയുടെ ഇപ്പോഴത്തെ ഈ ഡയലോഗാണ് സോഷ്യൽ മീഡിയ കിടന്ന് കറങ്ങുന്നത്. അധപ്പതനം എന്ന് അല്ലാണ്ട് എന്താണ് പറയാനുള്ളതെന്ന്. അപ്പൊ നമുക്കും ഇതൊക്കെ തന്നെയാണ്, മന്ത്രിയുടെ അധപ്പതനമാണിത്. എന്താണെങ്കിലും രാഹുൽ മാങ്കൂട്ടം കടന്ന് വിളഞ്ഞു പൂണ്ടാടുകയാണ്. അപ്പം അതുപോലത്തെ ഒരു പരിപാടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വീണ് കിട്ടിയ ഒരു അവസരമാണ്. അന്ന് എല്ലാവരുടെ മുന്നിൽ തല കുമ്പിട്ട് നിന്നിരുന്നെങ്കിലും ഇന്ന് കിട്ടിയ ഒരു അവസരം പുള്ളി നന്നായിട്ട് മുതലാക്കുന്നുണ്ട്. നന്നായിട്ട് ബൈറ്റ്സും കാര്യങ്ങളും എല്ലാം സോഷ്യൽ മീഡിയ നന്നായിട്ട് കത്തിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പറയാനുള്ളത് ഈ ഒരു കാര്യം മാത്രം, എന്താണ് കറക്റ്റ് സമയത്ത് പോലീസ് പോയി ഇവരെ പിടിക്കാഞ്ഞത്. ഇനി കുറച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത്, ഒരു രാഹുൽ മാങ്കൂട്ടത്തെ ഇതുപോലെ അർദ്ധരാത്രിയിൽ 12 മണിയായപ്പോൾ വന്ന് ആരും അറിയാതെ വന്ന് അറസ്റ്റ് ചെയ്തവരാണ് ഈ കേരള പോലീസ്, അല്ലെങ്കിൽ പിണറായി സർക്കാരിന്റെ പോലീസ്. എന്തുകൊണ്ടാണ് KSRTCയുടെ മന്ത്രിയായിട്ടിരുന്ന ഗണേഷ് കുമാർ ഇത്ര ഒരു പരിപാടി നടത്തിയിട്ട്, അതായത് പിങ്ക് പോലീസ് 112 വിളിച്ച് ഇദ്ദേഹത്തിന്റെ ഭാര്യ 112 വിളിച്ച് സഹായം അഭ്യർത്ഥന നടത്തിയിട്ടും കേസ് എടുക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും.
കാരണം ഒരു MLA ഒരു സംഭവം എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ ആൾ കത്തി അതൊക്കെ. അപ്പൊ ഒരു മന്ത്രി കാണിക്കുമ്പോൾ അതിനത്ര പ്രാധാന്യമില്ലേ? ഈ രണ്ട് പ്രവർത്തകരും ജനപ്രതിനിധികൾ തന്നെയാണ്. ഈ രണ്ട് കാര്യങ്ങളും ഒരുപോലത്തെ വിഷയങ്ങളാണ്. അപ്പം രണ്ടിടത്തും മ്യൂച്വൽ ആയിട്ട് ഒരു സെയിം ഇക്വാലിറ്റിയാണ് നിങ്ങൾ ഇവിടെ കാണിക്കേണ്ടത്. പക്ഷെ ഇതിനകത്തൊന്നും പിണറായി സർക്കാരിന് ഒന്നും പറയാനില്ലേ? എന്താ നിങ്ങൾ കേസെടുക്കുന്നില്ല? അപ്പൊ ഞങ്ങൾ കാത്തിരിക്കുകയാണ് എപ്പോൾ കേസെടുക്കും, അപ്പൊ പിണറായി സർക്കാരിന്റെ പോലീസുകാർ എപ്പോൾ എത്തുമെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. അപ്പൊ ചോദിക്കേണ്ടി വരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ 2-3-4-5 മാസങ്ങളായിട്ട് ഒരു 2-3 അതിജീവിതകളുടെ പേര് പറഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുന്നിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആ മനുഷ്യനായിട്ടുണ്ട് പട്ടിയെപ്പടിട്ട് ഓടിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒരു സംഭവങ്ങൾ സെയിം സംഭവങ്ങൾ പിണറായിയുടെ ഇതിനകത്ത് കാണുമ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് നിലപാടാണ് എടുക്കുന്നത് നമുക്ക് ജനങ്ങൾക്ക് മുന്നേ അറിയണമല്ലോ. ജനങ്ങളെ പൊട്ടരാക്കുവാണോ? അപ്പം ഇതൊക്കെ നമ്മൾ ചോദിക്കേണ്ട ഒരു വിഷയമാണ്. നിങ്ങൾ തന്നെയാണ് ചോദിക്കാൻ വേണ്ടി ഇങ്ങനെ ഇട്ട് കൊടുത്തോണ്ടിരുന്നത്. അപ്പൊ CPM-കാർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആഹാ ഓഹോ, മറ്റുള്ളവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് സമരമായി, ഇതായി, മറ്റേതായി, മറിച്ചതായി. അപ്പം എന്താണെങ്കിലും ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങളുടെ കടപ്പുഷം. അപ്പൊ ഇതുകൊണ്ടൊക്കെ എനിക്ക് പറയാനുള്ളത് കുറച്ചെങ്കിലും ലേശം ഉൾപ്പുണ്ടെങ്കിൽ ആ ഒരു മന്ത്രിസ്ഥാനം അങ്ങ് വേണ്ടെന്ന് വെച്ചേക്ക്. എന്നിട്ട് പര്യാവരങ്ങളും പട്ടങ്ങളും പദവികളും ഒക്കെ ആയിട്ട് വീട്ടിലങ്ങ് ഒതുങ്ങി കൂടുക. കുറെ അധികം പട്ടാഭിഷേകവും എല്ലാം നടത്തി നിങ്ങളുടെ ഇഷ്ടത്തിനായിക്കോ. എന്നിട്ട് ആ മന്ത്രിസ്ഥാനം അങ്ങ് വേണ്ടെന്ന് വെച്ചിട്ട് കൈയ്യട്ടിയത് നിങ്ങൾ പൊക്കോന്നേ. നമുക്കൊരു വിഷയമില്ല. നിങ്ങൾ എന്ത് വേണം കാണിച്ചു. പിന്നെ പിടിക്കോ, 10 പിടിക്കോ, 12 പിടിക്കോ, 20 പിടിക്കോ, എന്ത് വേണമെങ്കിലും കാണിച്ചു. അപ്പം ഞാൻ എന്നെ കേൾക്കുന്ന ഈ പ്രേക്ഷകരെ നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്ന് തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. അപ്പം രാഹുൽ മാങ്കൂട്ടം എന്ന ഒരു വ്യക്തിയെ വെച്ച് ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെ ഇതിനെ നോക്കി കാണുന്നു? രാഹുൽ മാങ്കൂട്ടം ഈ CPM-കാർ തന്നെ ഇങ്ങനത്തെ ഒരു പ്രവൃത്തിയാണ് കാണിക്കുന്നത്. CPM അല്ല, BJP അല്ല, കോൺഗ്രസ് ആരൊക്കെ തന്നെയാണെങ്കിലും ഇങ്ങനത്തെ ഒരു പ്രവർത്തികൾ കാണിച്ചിട്ട് ഒരാൾക്ക് മാത്രം, ഒരു പർട്ടിക്കുലർ വ്യക്തിക്ക് മാത്രം ഒരു നിയമം, മറ്റുള്ളവർക്കൊന്നും ഒരു നിയമമില്ല. അതിനോട് നിങ്ങൾ എങ്ങനെ യോജിക്കുന്നു? നിയമം വരുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം അല്ലെ? എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. അപ്പം ഈ ഒരു വിഷയത്തെ ആസ്പദമാക്കി ഇന്ന് അടുത്ത ഒരു ഇലക്ഷനിൽ ഗണേഷ് കുമാർ മത്സരിക്കുന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടം മത്സരിക്കണമെന്ന് തന്നെയാണ് നമ്മുടെ ഒരു അഭിപ്രായം. ആ അഭിപ്രായത്തോട് യോജിക്കുന്നവർ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം, അതുപോലെ ലൈക്കും ചെയ്യണം. പിന്നീട് എന്താണ് പറയാനുള്ളത്? അഥവാ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം പറ്റിയിട്ടില്ല, ഗണേഷ് കുമാർക്ക് ഇങ്ങനെ ഒരു സംഭവം പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അന്വേഷണത്തിന് വിട്ടുകൊടുക്കണം. അപ്പം എന്നാലും ഗണേഷ് കുമാറിന്റെ കാര്യങ്ങൾ നമ്മൾ 2005 തൊട്ട് നമുക്ക് അറിയാവുന്നതാണ്. എന്റെ ചെറിയ പ്രായത്തിൽ തൊട്ട് തന്നെ ഗണേഷ് കുമാറിന്റെ കുലിസിത പരിപാടികൾ അങ്ങോട്ട് ഓടുന്നതാണ്. ഈ അടുത്തിടെയല്ല, ഒരു 6-7-8 കൊല്ലം മുമ്പ് തന്നെ സരിത കേസ് വന്നപ്പോൾ തന്നെ കാണിച്ചിട്ടുണ്ട്. സരിതയെ കൂടെ കടത്തിക്കൊണ്ട് തന്നെ പിന്നെ അവളെ പച്ചയ്ക്ക് വിറ്റ ഒരു സംഭവം കൂടെ നമുക്കറിയാം, ഉമ്മൻചാണ്ടിയുടെ തലയെ കൊണ്ട് വെച്ചു കൊടുത്തത്. അപ്പൊ അങ്ങനത്തെ ഒരു വ്യക്തിയാണ്, സ്വന്തം ഒരു കൊച്ചിനെ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനത്തെ ഒരു വ്യക്തിയാണെന്ന് എവിടെയും പറയേണ്ട ആവശ്യമില്ലല്ലോ, ഈ ലോകം മൊത്തം അറിയാം. അങ്ങനെയാണ് രണ്ടാമത് വിവാഹം കഴിച്ചിട്ട് കിടക്കുന്നു. ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം. അപ്പം എല്ലാം ബിന്ദു എന്ന് പറഞ്ഞ ആ പുള്ളിക്കാരി ഈ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടതാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പം ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ പിന്നെ കണ്ടുവരെ. ബൈ.